കേരളത്തിൻ്റെ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് 15,000 സ്റ്റാർട്ടപ്പുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. നമ്മളിന്ന് ഏതാണ്ട് ആ ലക്ഷ്യത്തോട് അടുത്ത് കഴിഞ്ഞു. ഏതാണ്ട് 14,000-ൽ പരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ 7,600 DPIIT അപ്രൂവ്ഡ് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു. നമ്മുടെ അടുത്ത ലക്ഷ്യമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സക്സസ്ഫുൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെയധികം വരുമാനം നേടുന്ന കമ്പനികളെ നമ്മൾ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കുകയാണ്. അത്തരത്തിലുള്ള 100 കമ്പനികൾ, 100 കോടി രൂപ വരുമാനമുള്ള 100 കമ്പനികളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരടുത്ത ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കാൻ നമ്മളിപ്പോൾ പ്രാപ്തരാണ്. കേരളത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ STEM എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന IP ഡ്രിവൺ ആയിട്ടുള്ള, അതായത് പേറ്റൻറ്റുകളുള്ള അല്ലെങ്കിൽ വളരെ എൻജിനീയറിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള 100-150 കമ്പനികൾ ഇന്ന് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്പനികളെ ഒന്നുകിൽ ഒരു IPO റൂട്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരെ ലിസ്റ്റ് ചെയ്യിക്കുന്ന റൂട്ട് വഴി കുറച്ചുകൂടി വലിയ രീതിയിലേക്ക് സ്കെയിൽ ചെയ്യാൻ അവരെ സഹായിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ റവന്യൂ കണ്ടെത്താനുള്ള സാധ്യതകൾ നമ്മളുടെ പാർട്ട്ണർഷിപ്സ് വഴി കണ്ടെത്താൻ ശ്രമിക്കുക. ഇതെല്ലാം ഈ ഹഡിൽ ഗ്ലോബലിൽ നമ്മൾ ചർച്ച ചെയ്ത ചില വിഷയങ്ങളാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാവും.